ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് പൊതുപരീക്ഷ 2025 ദുറൂസുൽ ഇസ്ലാം 2 നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കതിലെ ചോദ്യങ്ങളൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് വായിച്ച് മനസ്സിലാക്കാം. ഞാൻ പറയുന്ന വോയിസ് കേൾക്കുക. ഞാൻ മറ്റ് ചോദ്യപേപ്പറുകളൊക്കെ ചെയ്തപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഖബർ ജീവിതത്തെ ഓർത്ത് കരഞ്ഞ് മുഖത്ത് കണ്ണുനീരിൻ്റെ പാടുണ്ടായിരുന്നു. ആർക്കായിരുന്നു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അടുത്തത്, ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യം എവിടെയാണെന്നാണ്? മഹ്ശറയിലാണ്. ഒരു ദിവസത്തിന് 50,000 വർഷത്തിൻ്റെ ദൈർഘ്യമുള്ളത് മഹ്ശറയാണ്. അപ്പോൾ അത് ടിക്ക് ചെയ്യുക. അടുത്തത്, ഭക്ഷണം ലഭിക്കാത്തതിനാൽ 3 ദിവസം പട്ടിണി കിടന്നു. ആരായിരുന്നു? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. 4, സത്യവിശ്വാസികളുടെ കടമയാണ് എന്താണ്? പ്രകൃതി സംരക്ഷണം. പ്രകൃതി സംരക്ഷണം. അടുത്തത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറയുള്ളത് എവിടെയെന്നാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മക്ബറ ഈജിപ്തിലാണ്. ഈജിപ്തിൽ എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത്, പഴങ്ങൾ എന്ന വാക്കിൻ്റെ അറബി പദം. പഴങ്ങൾ എന്ന വാക്കിൻ്റെ അറബി പദം ഫവാക്കിഹ് എന്നാണ്. ഫവാക്കിഹ്. ഹുലാർ എന്നാൽ പച്ചക്കറി, അനനാസ് എന്നാൽ കൈതച്ചക്ക, അതൊക്കെയാണ് ഓപ്ഷനിലുള്ളത്. അപ്പോൾ ഫവാക്കിഹ് എന്നതാണ് അവിടെ ശരി. ഇനി നമുക്ക് ചേരുംപടി ചേർക്കാനാണ്. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നയിച്ചു. ആരായിരുന്നു ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നയിച്ചത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അവിടെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എന്ന ഓപ്ഷൻ ഡി ആയതാണ്. അടുത്തത്, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷർട്ട് കൊണ്ട് ബർക്കത്തെടുത്തു. അതായിരുന്നു ആരായിരുന്നു? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ അതിൻ്റെ ഈ ആണ് അതിൻ്റെ നേരെ എഴുതേണ്ടത്. ഉളൂ ചെയ്ത് കഫം പുടവ പുതച്ചു വഫാത്തായി. ആരായിരുന്നു? ഇമാം അസ്സാലി റളിയല്ലാഹു അൻഹു. ഓപ്ഷൻ എ. അടുത്ത്, ഹിദായത്തുൽ അദ്കിയ എന്ന ഗ്രന്ഥ രചയിതാവ് ആരായിരുന്നു? സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ സി ആണ് അവിടെ എഴുതേണ്ടത്. അടുത്തത്, കേരളത്തിൽ മതപ്രബോധനം നടത്തി. ആരായിരുന്നു? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു. അപ്പോൾ അതിൻ്റെ ബിയും അതിൻ്റെ നേരെ എഴുതി കൊടുക്കുക. അടുത്തത്, ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. കുടുംബബന്ധം ഡാഷ് കിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. കുടുംബബന്ധം തകരൽ കിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. അപ്പോൾ തകരൽ എന്നാണ് വിട്ട ഭാഗം പൂരിപ്പിക്കേണ്ടത്. ദൂർത്തടിക്കുന്നവർ ഡാഷിൻ്റെ സഹോദരന്മാരാണ്. പിശാജിൻ്റെ എന്ന് എഴുതി കൊടുക്കാം. പിശാജിൻ്റെ സഹോദരന്മാരാണ്. അടുത്തത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഡാഷിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയിട്ടുണ്ട്. അടുത്ത്, ഖബറിൽ ഡാഷിക്ക് സ്വർഗീയ സുഖം ലഭിക്കും. ആർക്കാണ് ഖബറിൽ സ്വർഗീയ സുഖം ലഭിക്കുന്നത്? സജ്ജനങ്ങൾക്കാണ്. അതൊക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും റിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം പറഞ്ഞ കാര്യങ്ങളാണ്. ദുർജനങ്ങൾക്ക് നരകയാതനകളും സജ്ജനങ്ങൾക്ക് സ്വർഗീയ ജീവിതം ലഭിക്കുമെന്ന്. അപ്പോൾ അതാണ് അവിടെ സ്വർഗീയ ജീവിതം ലഭിക്കുന്നത് സജ്ജനങ്ങൾക്കാണ്. അപ്പോൾ അതാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. അടുത്തത്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഡേഷാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ്. 2ാം നൂറ്റാണ്ടിലെ എന്നവിടെ എഴുതെടുക്കാം. അടുത്തത്, അന്ത മൗലാന ഡാഷ് അലൽ കൗമിൽ കാഫിരീൻ. ആമന റസൂലിൽ നിന്ന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നതാണ്. അതിൻ്റെ അവസാനത്തെ ഭാഗമാണ് അന്ത മൗലാന ഫൻസുർന അല കൗമിൽ കാഫിരീൻ. ഫൻസുർന അലൽ കൗമിൽ കാഫിരീൻ. അപ്പോൾ അത് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയവരും നമ്മൾ ചോദ്യപേപ്പറിലും ഇന്നലെ ലൈവ് ചെയ്തതിൽ വരെ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരും എന്ന്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയവർക്ക് അത് പെട്ടെന്ന് എഴുതാൻ സാധിച്ചിട്ടുണ്ടാവും. അടുത്തത് എന്താണ്? ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. അമാനത്ത് നഷ്ടപ്പെടൽ അടയാളമാണ്. എന്തിൻ്റെ അടയാളമാണ് അമാനത്ത് നഷ്ടപ്പെടൽ? അന്ത്യനാളിൻ്റെ അവസാന നാൾ കിയാമത്ത് നാൾ എന്തെഴുതാട്ടോ? അന്ത്യനാളിൻ്റെ അടയാളമാണ്. അടുത്തത്, ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത്
ജീവജാലങ്ങളിൽ ആദ്യം നശിക്കുന്നത് വെട്ടുകിളികളാണ്. വെട്ടുകിളികൾ. അടുത്തത് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് എവിടെയാണ് ജനിച്ചത്? ബാഗ്ദാദ് എന്ന് എഴുതി കൊടുക്കാം. ബാഗ്ദാദിലാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ജനിച്ചത്. അടുത്തത് റൂഹുല്ല എന്ന പേരുള്ള നബി ആരാണ്? ഈസാ അലൈഹിസ്സലാമിനാണ് റൂഹുല്ല എന്ന പേരുള്ളത്. ഉപ്പ് എന്നതിൻ്റെ അറബി പദം മിൽഹുൻ എന്നാണ്. ഉപ്പിൻ്റെ അറബി പദം മിൽഹുൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പേക്ക് ഉപ്പ് എന്നതിൻ്റെ അറബി എന്ത്? അപ്പോൾ ഉൽബത്തുൻ മിൽഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞതാണ് പ്രത്യേകം. അറബി ചാപ്റ്ററിൽ നിന്നാണ് അറബി മീനിങ് എഴുതാൻ വരിക. അതുപോലെ ആമന റസൂലിൽ നിന്നും യദ്ഫ ഇദ്സാബ് എന്ന പാഠത്തു നിന്നാണ് വന്നത്. അപ്പോൾ അടുത്തത് വരുന്നത് തോക്ക എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്നാണ്? തോക്ക എന്നാൽ കഴിവ് എന്നാണ്. തോക്ക എന്ന വാക്കിൻ്റെ അർത്ഥം കഴിവ് എന്നാണ്. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ്? സന്തോഷത്തോടെ മരിക്കാൻ സാധിക്കും ആർക്കാണ്? വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അതിന് ഭാഗ്യം ലഭിക്കും. വിശ്വാസം ഉൾക്കൊള്ളുകയും അല്ലാഹു തആലയുടെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് സന്തോഷത്തോടെ മരിക്കാനുള്ള ഭാഗ്യം ലഭിക്കും. അടുത്തത് താജുദ്ദീൻ എന്ന സഹാബി യാത്രാ സംഘത്തോട് വസിയത്ത് ചെയ്തു. എന്തായിരുന്നു വസിയത്ത് ചെയ്തത്? യാത്ര തുടരണമെന്നും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും വസിയത്ത് ചെയ്തു. യാത്ര തുടരണമെന്നും ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും അവിടെ ഇസ്ലാം പ്രചരിപ്പിക്കണമെന്നും വസിയത്ത് ചെയ്തു. അടുത്തത് അറിവ് പഠിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്ത 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ്? മക്ക, മദീന, യമൻ, ഇറാഖ് തുടങ്ങി നാടുകളിലാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു യാത്ര ചെയ്തത് അറിവ് പഠിക്കാൻ. അടുത്തത് ഖിയാമത്ത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ. ഖിയാമത്ത് നാൾ അടുത്താൽ വർദ്ധിക്കുന്ന 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? മദ്യപാനം വർദ്ധിക്കും, സ്ത്രീകളുടെ എണ്ണം കൂടും, പലിശ ഇടപാടുകൾ അധികമാകും, വ്യഭിചാരം കൂടും, സംഗീതമേളകളും നർത്തകികളും വർദ്ധിക്കും. അപ്പോൾ അതൊക്കെ വർദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അതൊന്ന് 4 എഴുതിയാൽ മതി. അടുത്തത് പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന 2 കാര്യങ്ങൾ എഴുതാനാണ്. പ്രകൃതി സംരക്ഷണത്തിൽ പെടുന്ന 2 കാര്യമാണ് എന്ത്? അപ്പോൾ അതൊന്ന് പാഠത്തു നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അത് എഴുതാം. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞുതരാം. കീടനാശിനികളും രാസവസ്തുക്കളുടെയും അമിതമായ ഉപയോഗം മണ്ണിനെയും ജലസ്രോതസ്സുകളെയും നശിപ്പിക്കുന്നു, പരിസ്ഥിതിയെ അസന്തുലിതമാക്കുന്നു. അത് മനുഷ്യരെ ബാധിക്കും. അതിനാൽ അവയൊന്നും ചെയ്യരുത്. പൊതുസ്ഥലങ്ങളിലും വഴികളിലും ജലാശയങ്ങളിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. അതൊക്കെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാം. ഇനി അത് കൂടാതെ രൂക്ഷമായ ജലക്ഷാമം നേരിടുമ്പോൾ വെള്ളം കൊണ്ടുള്ള ശുദ്ധീകരണം ഉപേക്ഷിച്ച് തയമ്മും ചെയ്ത് മറ്റു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുക. അതുപോലെ കൃഷി ഇറക്കുകയും അതിൽ നിന്ന് പക്ഷികളോ മനുഷ്യരോ മൃഗങ്ങളോ ഭക്ഷിക്കാനിട വന്നാൽ അത് അവന് സ്വതക്കയാകും. ഇതൊക്കെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമാണ്. തണൽ മരങ്ങളും ഫലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിക്കൽ. പണ്ഡിതൻ നൽകിയ റൊട്ടി ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചില്ല. കാരണം എന്തായിരുന്നു? ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ റൊട്ടി ഇമാം സ്വീകരിക്കാതിരുന്നത്. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കി അവിടുന്ന് എഴുതിയാൽ മതി. അടുത്തതിന് വാഫു അന്ന സാരമെഴുതുക. അതിൻ്റെ സാരം എഴുതാനാണ്. വാഫു അന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാപ്പു നൽകണമേ, മാപ്പു ചെയ്തു തരണമേ എന്നൊക്കെ എഴുതാം. ഞങ്ങൾക്ക് മാപ്പു ചെയ്തു തരണമേ, മാപ്പു നൽകണമേ എന്ന് എഴുതാം. വാഫു അന്ന എന്നാൽ അപ്പോൾ അത് മനസ്സിലാക്കാം. ആമൻ റസൂലിൽ നിന്ന് വന്നതാണ്.
അടുത്തത് ഇനി കുറിപ്പ് എഴുതാനാണ്. 5 വരിയിൽ കുറയാതെ എഴുതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ കുറിച്ചിട്ടാണ്. ഷഫാഅത്തുൽ ഉളുമ എന്ന ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത്. ജനങ്ങൾ മഹ്ശറയിൽ ഷഫാഅത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ഞാൻ അതിനർഹനാണ്. അവിടുന്ന് അർഷിൻ്റെ ചുവട്ടിൽ സുജൂദ് ചെയ്യും. അപ്പോൾ അല്ലാഹു തആല പറയും, മുഹമ്മദ് നബിയെ തല ഉയർത്തൂ, ചോദിക്കൂ, നൽകാം, ഷഫാഅത്ത് ചെയ്യൂ, സ്വീകരിക്കാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷഫാഅത്ത് ചെയ്യും. വിചാരണ ആരംഭിക്കും. സജ്ജനങ്ങൾ സ്വർഗത്തിലും ദുർജനങ്ങൾ നരകത്തിലും പോകും. ഇതാണ് ഷഫാഅത്തുൽ ഉളുമ, ഏറ്റവും മഹത്തായ ശുപാർശ. ഒരു വിഭാഗം ജനങ്ങളെ മോചിപ്പിക്കുന്നത് വരെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ വീഴും. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ അമ്പിയാക്കളും ഔലിയാക്കളും പണ്ഡിതന്മാരും ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഷഫാഅത്ത് ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്തിനെ കുറിച്ച് അവിടെ എഴുതാം. അടുത്തത് എന്താ വരുന്നത്? ദൂർത്തിനെ കുറിച്ചിട്ടാണോ എഴുതാൻ വന്നത്? പരിസ്ഥിതിൻ്റെ പാഠത്തിൽ ഒരു പാരഗ്രാഫ് തന്നെ അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ആ പാഠമൊക്കെ പറയുമ്പോൾ എല്ലാവരോട് പറഞ്ഞിട്ടുണ്ട്. ചോദ്യപേപ്പർ റിവിഷൻ ചെയ്യുമ്പോഴും ഒക്കെ ആ പാഠത്തിൽ നിന്ന് ദൂർത്തിനെ കുറിച്ചിട്ട് ആ പാരഗ്രാഫ് മനസ്സിലാക്കി പഠിക്കണമെന്ന് പറയാറുണ്ടായിരുന്നു. പരിസ്ഥിതിയുടെ നാശത്തിനിടയാക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ദൂർത്ത്. ആവശ്യത്തിലധികവും തൻ്റെ കഴിവിൻ്റെ പരിധിക്കപ്പുറവും ഹറാമായ കാര്യങ്ങളിലും പൊങ്ങച്ചത്തിനും വേണ്ടി ചെലവാക്കുന്നതിലാണ് ദൂർത്തെന്ന് പറയുന്നത്. അല്ലാഹു തആലയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വെറുക്കുന്ന സ്വഭാവമാണത്. മിതവ്യമാണ് സത്യവിശ്വാസിയുടെ ജീവിത രീതി. ഖുർആൻ പറയുന്നു, നീ ദൂർത്തടിക്കരുത്. ദൂർത്തടിക്കുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. പിശാചാകട്ടെ തൻ്റെ രക്ഷിതാവിനോട് നന്ദികേട് കാട്ടിയവനുമാണ്. അപ്പോൾ ഇത്രയും ദൂർത്തിനെ കുറിച്ച് ആ പാഠഭാഗത്തു നിന്ന് വന്നത് നമുക്കവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 2 എന്ന പൊതുപരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറിൽ വന്ന ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും എഴുതിയതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉറപ്പുവരുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു പോയതൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടുതൽ തെറ്റുകളൊക്കെ ആണെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.